ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ആ സമാധാന ചർച്ചകൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. ദീർഘനാളത്തെ യുദ്ധത്തിന് വിരാമമിട്ട് ഇറാനും അമേരിക്കയും ഒരു കരാറിലേക്ക് എത്തുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു കേട്ടോ ലോകമൊന്നാകെ. ഖത്തറിന്റെ മണ്ണിൽ ഇരു വിഭാഗത്തിന്റെയും ഉന്നതതല സംഘങ്ങൾ ചർച്ച തുടരുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് അമേരിക്ക ലോകത്തെ മുഴുവനും കബളിപ്പിക്കുകയായിരുന്നു. ഇറാനിലെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ബദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിലാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇന്ന് ബോംബുകൾ വർഷിച്ചത്. തങ്ങളുടെ സൈനികർക്കു നേരെയുള്ള ഭീഷണി ഒഴിവാക്കാനുള്ള ആത്മരക്ഷാർത്ഥമുള്ള നടപടി മാത്രമാണിതെന്നാണ് US സെൻട്രൽ കമാൻഡ് ഇതിനു നൽകുന്ന വിശദീകരണം. ഇറാൻ സ്ഥാപിക്കാൻ ശ്രമിച്ച മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും മൈനുകളും മാത്രമാണ് തങ്ങൾ തകർത്തതെന്നാണ് കേട്ടോ നേവി ക്യാപ്റ്റൻ ടിം ഹോക്കിൻസും അവകാശപ്പെടുന്നത്. പക്ഷേ ലോകം ചോദിക്കുന്നത് മറ്റൊന്നാണ് കേട്ടോ. ഒരു വശത്ത് പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ ഏപ്രിൽ 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ, മറുവശത്ത് ഖത്തറിൽ പുരോഗമിക്കുന്ന സമാധാന ചർച്ചകൾ. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ അമേരിക്കയെ പ്രകോപിപ്പിച്ചത് എന്താണ്? US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ഉപരോധം ഏതു വിധേനയും അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ്. അതായത് ഈ സമാധാന ചർച്ചകൾ ഒരു തട്ടിപ്പായാണോ നാം കാണേണ്ടുന്നത്? ഒരു വശത്ത് സമാധാന ചർച്ചയും മറുവശത്ത് നിറികെട്ട ആക്രമണവും. സാമ്രാജ്യത്വത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മാർക്സ് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. പക്ഷേ അമേരിക്കയുടെ ഈ വഞ്ചനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാനും തയ്യാറല്ല. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കയുടെ അത്യാധുനിക റീപ്പർ ഇറാൻ ഇന്ന് വെടിവെച്ചിട്ടുണ്ട്. വഞ്ചനയുടെ പാത സ്വീകരിക്കുന്ന ശത്രുവിനോട് വിട്ടുവീഴ്ചയ്ക്കില്ലെന്നു തന്നെയാണ് മുജിത്തബ ഖമനിയും പറഞ്ഞു വെക്കുന്നത്. ഈ ആക്രമണം സമാധാന ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സത്യത്തിൽ ട്രംപ് ഭരണകൂടം തങ്ങൾക്ക് അനുകൂലമായ ഒരു കരാർ മാത്രമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. തൃപ്തികരമായ കരാർ അല്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങാൻ മടിക്കില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞത് വെറുതെയല്ല, അത് ഇതിനുള്ള തെളിവ് തന്നെയാണ്. അതായത് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം സമാധാനമല്ല, മറിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക എന്നത് മാത്രമാണെന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ച, മറുവശത്ത് വഞ്ചന. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണോ? സമാധാന ചർച്ചകളെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഈ ആക്രമണത്തിന് ഇറാൻ എങ്ങനെയാവും മറുപടി നൽകുക? ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ദോഹയിലെ ചർച്ചകളിലേക്കല്ല കേട്ടോ, മറിച്ച് ഹോർമുസ് കടലിടുക്കിലെ യുദ്ധത്തിലേക്ക് മാത്രമാണ്.